നമുക്കിന്ന് ബാക്കും റയർ ഡെൽറ്റാണ്. നല്ല വഴുകി, സമയം 11:30 ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ. മൈൻഡ് ശരിയായിരുന്നില്ല, മനസ്സൊരു സുഖം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ശരിയായി, ഓക്കെ ആയി. സമയമെടുക്കും. പ്രീ വർക്കൗട്ടും കുറച്ച് സോഡിയൊക്കെ കയറ്റി കുറച്ച് ടൂട്ടുകൾ വർക്കൗട്ട് കൊടുക്കാറായിരുന്നു. അത് കൊടുത്തപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട്. നമുക്ക് നല്ല വർക്കൗട്ട് തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് വരുന്നത് ചെസ്റ്റ് സപ്പോർട്ടഡ് ഡംബൽ റോയ് ആണ്. 4 സെറ്റ് 8 റെപ്പ് മാക്സ് ആണ് കൊടുത്തേക്കണത്. 4ാം സെറ്റ് ഫെയിലിയറും ഉണ്ട്. ഓക്കെ, ഓ മൈ ഗോഡ്. Two, 3, 4, 5, 6, 7, 8, 9, 10, 12, 13, 14, 15. ഇറങ്ങിപ്പോവാ. One more failure. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. നമുക്ക് അടുത്ത വർക്കൗട്ട് വരുന്നത് മീഡിയം ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗണും അതിൻ്റെ ഒപ്പം കേബിൾ പുൾ ഓവറാണ്. മീഡിയം ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗണ് 8 to 10 റേഞ്ചിൽ 45 ഡിഗ്രി ഒന്ന് ബാക്കിലേക്ക് ചെരിയണം ടോർസോ. കേബിൾ പുൾ ഓവർ 12 to 15 ഐസൊലേഷൻ മൂവ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെയിറ്റ് കൺട്രോൾ ചെയ്തിട്ട് ടൈറ്റ് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് നല്ല കടച്ചിൽ വരും. ലാസ്റ്റ് വലിച്ചടിക്കാൻ ശ്രമം വരാൻ സാധ്യത ഉണ്ട്. എനിക്കായാലും മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. ടൈറ്റ് കൊടുത്ത് അടിക്കുക. കൈ എപ്പോഴും പോകേണ്ടത് മുകളിലേക്ക് പോകും തോറും കൈമുട്ട് പുറത്തേക്ക് അകത്താൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് എഫക്റ്റ് ആവുമെന്ന് അറിയാൻ പറ്റും. നിങ്ങളുടെ ലാറ്റ് ഫ്രണ്ടിലത്തെ ഭാഗം അല്ലെങ്കിൽ കഷത്തിൻ്റെ അടിഭാഗത്തെ മസിൽ കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
നമ്മൾ കേബിളിൽ റയർ ഡെൽറ്റ് ഫ്ലൈസ് ആണ് ചെയ്യുന്നത്. നിന്നിട്ട് വർക്കൗട്ട് ചെയ്യണേക്കാട്ടും കൂടുതൽ എഫക്റ്റീവ് ഉണ്ട് റയർ ഡെൽറ്റിനെ ഇരുന്നടിക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഇരുന്നിട്ടാണ്. ഞാൻ മാക്സിമം കോൺസെൻട്രേഷൻ എൻ്റെ റയർ ഡെൽറ്റിനാണ് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം ഫോക്കസ് ചെയ്ത് ഈ ജോയിൻറ്റ് മാത്രം ഇളക്കി അടിക്കാൻ ശ്രമിക്കണം കേട്ടോ. അതാണ് ഇതിൽ മെയിൻ പോയിൻറ്റ്. നമുക്കധികം വെയിറ്റ് ആവശ്യമില്ല ഇതിൽ. മാക്സിമം മിനിമം വെയിറ്റ് ഇട്ടിട്ട് നിങ്ങൾ മസിൽസിനെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കണം, ഐസൊലേഷൻ മൂവ്മെൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, കൈ നിവർത്തി പിടിക്കണു. ലോക്കാക്കല്ല ചെയ്യണത്, ചെറുതായി ഒന്ന് മടക്കുന്നുണ്ട് ഈ ലെവലിൽ കേട്ടോ. മുട്ട് എൻ്റെ ഈ ജോയിൻറ്റിൻ്റെ നേരെ അല്ലെങ്കിൽ അതിൻ്റെ താഴെ ആയാലും നിങ്ങൾക്ക് അടിക്കാം. എനിക്ക് മുകളിലേക്ക് പിടിക്കുമ്പോൾ അത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നാറില്ല. ചിലപ്പോൾ എൻ്റെ ബോഡിയുടെ ആയിരിക്കാം. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആംഗിൾ നിങ്ങളൊന്ന് വിലയിരുത്തണം. ഓക്കെ, കയ്യപ്പോൾ സ്ട്രൈറ്റ്, ഷോൾഡർ ജോയിൻറ്റിന് നേരെ അല്ലെങ്കിൽ കുറച്ച് ഉള്ളിലേക്കായിട്ട് പിടിക്കണു. നേരെ പിന്നിക്ക് കൊണ്ടുപോകും. ബ്രീത്ത് എടുക്കണു, ബ്രീത്ത് ഔട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് കുറച്ചും കൂടി വലിച്ചടിക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കാപ്പുല അല്ലെങ്കിൽ നമ്മുടെ ട്രാപ്സും കൂടി എൻഗേജ് ആവാൻ സാധ്യതയുണ്ട് കണ്ടോ. ഇപ്പോൾ ഞാൻ ബാക്കിലേക്ക് ഒന്നും കൂടി പോകുമ്പോൾ എൻ്റെ ട്രാപ്സ് എൻഗേജ് ആവുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല അങ്ങനെ അടിക്കണേനെ. നിങ്ങളിപ്പോൾ റയർ ഡെൽറ്റ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, അതിനൊന്നും കൂടി ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ മാക്സിമം കൺട്രോൾ ചെയ്ത് ആ ജോയിൻറ്റ് മാത്രം ഇളക്കാണ്ട് അടിക്കുകയാണ് ബെറ്റർ കേട്ടോ. അപ്പോൾ എണ്ണ അധികം പോവില്ല, പക്ഷേ എഫക്റ്റീവായിരിക്കും കേട്ടോ. ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീത്ത് എടുക്കുക. ഒരിക്കലും നിവർത്തി പിന്നിക്ക് കൊണ്ടുവരരുത്. ട്രൈസിന് കുറച്ച് ലോഡ് പോകും, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അടി കിട്ടായികയൊന്നുമില്ല, പക്ഷേ ട്രൈസിന് ലോഡ് പോകും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ട്രൈസ് ആവും ആദ്യം കടയാം. അപ്പോൾ ഉദ്ദേശിച്ച മസിലിന് ആദ്യം കടച്ചിൽ വരില്ല, അതാണ് പ്രശ്നം. ഓക്കെ, ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ബ്രീത്ത് ഔട്ട് ചെയ്തു, മെല്ലെ പിടിച്ചിറങ്ങും. നമുക്ക് മെഷീനില്ല. കേബിള് നമുക്ക് എക്സ്റ്റെൻഡ് ഫെയിലിയർ ആണ് വരുന്നത്. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ ഓർത്തത് ഓണാക്കി വെച്ചെന്ന് വിചാരിച്ചത്. മറ്റേത് സിംഗിൾ കേബിൾ ഡെൽറ്റ് ഫ്ലൈ എക്സ്റ്റെൻഡ് ഫെയിലിയർ ആണ് വരുന്നത്. നിങ്ങളുടെ ജിമ്മിൽ പെക്കടക്ക് റിവേഴ്സ് ഫ്ലൈ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് വർക്കൗട്ട് തീരും. 3 സെറ്റ് 8 റെപ്പ് മാക്സിമം പോകേണ്ട രീതിയിൽ നിങ്ങൾക്ക് വെയിറ്റ് എടുക്കാം. ഞാൻ ഐസൊലേഷനും റയർ ഡെൽറ്റ ആയതുകൊണ്ട് ഞാൻ അധികം ഹെവി എടുത്തില്ല. ബെൻഡ് ഓവർ, എൽബോ ഔട്ട്, ഡംബൽ റോയും, ചെസ്റ്റ് സപ്പോർട്ടഡ് റയർ ഡെൽറ്റ് ഫ്ലൈസ് അല്ലെങ്കിൽ റിവേഴ്സ് ഫ്ലൈസ്. ഇങ്ങനെ അടിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെയും പിടിച്ചടിക്കാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ പിടിച്ചടിക്കുമ്പോൾ കൂടുതൽ എൻ്റെ ട്രാപ്സ് ലോഡാവണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ പിടിച്ചടിക്കുമ്പോൾ അധികം പ്രശ്നമില്ല കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ ചെയ്തോളൂ. ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീത്ത് എടുക്കുക. ഇത് 4 സെറ്റാണ് വരുന്നത് കേട്ടോ. ഇതിനൊക്കെ 5 മതി. ചെസ്റ്റ് സപ്പോർട്ടഡ് റിവേഴ്സ് ഓവർ ഇടുമ്പോൾ അത് കൂടുതൽ ട്രാപ്സിന് പോകണത് എനിക്ക് അറിയാൻ പറ്റാറുണ്ട്. ഒന്നുകൂടി താത്തിടണ, കൈ തട്ടുമോ നോക്കാം. തട്ടും മുത്ത ഇല്ലേ, അങ്ങനെ പിടിച്ചാൽ മതി. ഓക്കെ,
Oh my god.